നമസ്കാരം. കേരളം ബോറിച്ചിബാരിയാകാൻ ഇനി എത്ര നാൾ? ഇന്ന് ലോക ഭൗമദിനം. ഭൂമിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണിത്. ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി നിൽക്കുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട് ഇന്ന് ഈ ദിനത്തിന്. വേനൽ കാരണം വരണ്ടുണങ്ങുന്ന ജലാശയങ്ങളും നദികളും കുടിവെള്ളം കിട്ടാക്കനിയാവുന്ന കാലത്തിലെത്തിയിരിക്കുന്നു നമ്മൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ കുടിവെള്ളത്തിനായിട്ട് കയറിൽ പിടിച്ച് പാറക്കെട്ടിലൂടെ അതിസാഹസികമായി കിണറിലേക്ക് ഇറക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. നമുക്ക് ആ ദൃശ്യം ആദ്യം ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. हातात दोर आणि त्याच्या उतरा घ्या हा दोर घ्या की हातात लोकांचा आशीर्वाद कोणाला एखाद्याला लोटून द्यायचं मोतारे कोताऱ्यांचा सज नाही दोर कुठलं तर यातलं ते ह्या लोटून देते देशात आम्हाला കണ്ടില്ലേ, ഇതാണ് കുടിവെള്ളത്തിനായുള്ള അവസ്ഥ. ഇത് മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള ബോറിച്ചിബാരി എന്ന ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. കയറിൽ പിടിച്ച് പാറക്കെട്ടിലൂടെ കിണറിലേക്ക്. ചെളിവെള്ളമാണെങ്കിലും ബോറിച്ചിബാരിക്ക് ഇത് കുടിവെള്ളമാണ്. കുടിവെള്ളത്തിനും നിത്യോപയോഗത്തിനുമുള്ള വെള്ളത്തിനും അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമം നേരിടുന്ന മേഖലയാണ് ബോറിച്ചിബാരി എന്നുള്ളത്. ഒരു തുള്ളി കുടിവെള്ളത്തിനായി പാറക്കെട്ടിലൂടെ കിണറിലേക്ക് ഊർന്നിറങ്ങേണ്ട അവസ്ഥയാണ് ഇവിടെ സ്ത്രീകൾക്കുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വേനൽ കടുത്തതിന് പിന്നാലെ കുടിവെള്ളത്തിനായിട്ട് അതിസാഹസികരാവേണ്ട ഗതികേടിൽ ഒരു ഗ്രാമത്തിലെ സ്ത്രീകളെത്തുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ബോറിച്ചിബാരി ഗ്രാമത്തിലാണ് ഒരു തുള്ളി കുടിവെള്ളത്തിനായിട്ട് പാറക്കെട്ടിലൂടെ കിണറിലേക്ക് ഊർന്നിറങ്ങേണ്ട അവസ്ഥ സ്ത്രീകൾക്കുള്ളത്. കുടിവെള്ളത്തിനും നിത്യോപയോഗത്തിനുമുള്ള വെള്ളത്തിനും അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമം നേരിടുന്ന ഒരു മേഖല കൂടിയാണ് ബോറിച്ചിബാരി. പേട്ടു താലൂക്കിൽ വേനൽ കടുത്തതിന് പിന്നാലെ ഗ്രാമങ്ങളിലെ കിണറുകളെല്ലാം വറ്റി. കുളങ്ങളിലും കിണറുകളിലും അടിത്തട്ടിലായി ജലത്തിൻ്റെ അംശം മാത്രമാണ് കാണാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിത്യോപയോഗത്തിനുള്ള ജലം ശേഖരിക്കാനാണ് ഗ്രാമത്തിലെ ഈ സ്ത്രീകളുടെ അതിസാഹസികമായിട്ടുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത്. ഇതിനോടകം തന്നെ ഈ സാഹസികതയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി കഴിഞ്ഞു. ചെറുകയറിൽ തൂങ്ങി പാറക്കെട്ടിലൂടെ ആഴമേറിയ കിണറിലേക്ക് ഇറങ്ങിയാണ് കന്നാസ് ഉപയോഗിച്ചുള്ള ജലശേഖരണം. പൂർണ്ണമായും മഴവെള്ളത്തെ ആശ്രയിച്ചാണ് ഗ്രാമത്തിലെ 3 കിണറുകളുടെ പ്രവർത്തനം പോലും. ഫെബ്രുവരി അവസാനം വരെയാണ് സാധാരണഗതിയിൽ ഈ കിണറുകളിൽ നിന്ന് വെള്ളം ലഭിക്കാറുള്ളത്. 3 കിലോമീറ്ററിലേറെയാണ് വെള്ളം ശേഖരിക്കാൻ ഗ്രാമവാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിന് സാധിക്കാതെ വരുന്നവർക്ക് 200 ലിറ്റർ വെള്ളത്തിന് 60 രൂപയോളമാണ് ചെലവിടേണ്ടി വരുന്നത്. ജൽജീവൻ പദ്ധതിയിൽ കുടിവെള്ളം ലഭിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും പാതി വഴിയിൽ അത് നിലച്ചുപോയി. പ്രത്യേകം ടാപ്പുകളിലൂടെ ഓരോ വീടുകളിലും ജലമെത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ ജൽജീവൻ മിഷൻ എന്ന് പറയപ്പെടുന്നത്. ഈ കുടിവെള്ള പ്രശ്നം മൂലം ഗ്രാമവാസികൾക്ക് അവിടെ വിവാഹം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം 30 വയസ്സ് പിന്നിട്ട യുവാക്കന്മാർ പോലും വിവാഹിതരാവാത്ത നിലയിലാണ്. ബോറിച്ചിബാരി ഗ്രാമത്തിൽ നിന്നാണ് എന്ന് അറിയുമ്പോൾ വിവാഹം ചെയ്യാൻ യുവതികളെ ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്ന് അവിടുത്തെ ഗ്രാമവാസികൾ കണ്ണീരോടുകൂടി പറയുന്നു. കന്നുകാലികൾ സ്വന്തമായുള്ള ഗ്രാമവാസികളുടെ ജീവിതത്തിന് ഇരട്ടി ദുരിതമാണ് കുടിവെള്ള പ്രശ്നം മൂലം അവിടെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. നിലവിൽ നമ്മൾ ഈ വൈറലായ വീഡിയോയിലൊക്കെയുള്ള ദൃശ്യങ്ങൾ സർക്കാരിൻ്റെയൊക്കെ പ്രതിച്ഛായ മോശമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നുള്ള ആരോപണം അതവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഗ്രാമവാസികൾക്കൊക്കെ പൈപ്പ് വെള്ളം ലഭിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമായി നടക്കുമ്പോഴാണ്
ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നുകൂടി ജില്ലാ പരിഷത്ത് അടക്കം അവിടെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ആ കുറ്റപ്പെടുത്തലുകളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതൊക്കെ കണ്ട് മലയാളി ചിരിക്കണ്ട. കാരണം നാസിക്കിലെ ബോറിച്ചുബാരിയിൽ നിന്നും കാണുന്ന ഈ കാഴ്ച കേരളത്തിൽ കാണാൻ അധിക സമയം വേണ്ടിവരില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ കാഴ്ച. കുടിവെള്ളം അത് അമൂല്യമാണ്. അത് പാഴാക്കാതെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ കേരളം ബോറിച്ചുബാരിയാകുന്ന കാലം വിദൂരമല്ല. കേരളം അങ്ങനെ ബോറിച്ചുബാരിയാകാൻ അധിക നാൾ വേണ്ടിവരില്ല എന്നുകൂടി പറയട്ടെ. കാരണം ഇവിടുത്തെ ഇപ്പോഴത്തെ ചൂട് അധികമായി കൊണ്ടിരിക്കുന്നു. ഏകദേശം 36 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് കൂടുന്നൊരവസ്ഥ. പാലക്കാടൊക്കെ അല്ലെങ്കിൽ പാലക്കാട് പോലുള്ള ജില്ലകളിൽ 38, 39 ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചൂടിൻ്റെ വർധനവ് അസ്വസ്ഥമാക്കുന്ന ജനജീവിതത്തെ, കൂടാതെ കുടിവെള്ളത്തിനായിട്ട് ജനം നെട്ടോട്ടം ഓടേണ്ട സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെട്ടു ആലോചിക്കേണ്ടതില്ലേ? നമ്മൾ വെട്ടി നശിപ്പിച്ച വനങ്ങൾ, പിഴുതെറിഞ്ഞ മരങ്ങൾ, കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് സൗധങ്ങൾ, മലിനമായ ജലാശയങ്ങൾ, വറ്റിവരേണ്ട നദികൾ, ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സ്ഥിതിവിശേഷമാണ്. വനങ്ങളെ നശിപ്പിക്കാതിരുന്നുവെങ്കിൽ, മരങ്ങളെ വെട്ടി നിരുത്താതിരുന്നുവെങ്കിൽ വലിയ ഗതികേട് നമുക്ക് ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പണ്ട് നമുക്കറിയാം, മരത്തിന് വേണ്ടി കരഞ്ഞ കവികളുണ്ടായിരുന്ന നാടായിരുന്നു ഇത്. പ്രകൃതിയോട് സ്നേഹവും മണ്ണിനും മരത്തിനും വേണ്ടി സമരവും ചെയ്ത സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്ന നാട്. പക്ഷേ ഇന്ന് അവരൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. മരണപ്പെട്ടവർ പോയി കഴിഞ്ഞു. പക്ഷേ അതിനുശേഷമുണ്ടായ കവികളും സാംസ്കാരിക നായകന്മാരും പേരിന് വേണ്ടി മാത്രമായി മാറി എന്നുള്ളതാണ്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു കൂട്ടം അധികാര കൊതിയന്മാർ മാത്രമായി രൂപാന്തരം പ്രാപിച്ച ആധുനിക കവികളും സംസ്കാരം ഒട്ടും തന്നെ ഇല്ലാത്ത സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നായകന്മാരും മാത്രമായി മാറി ഈ അവസരവാദികൾ എന്നുള്ളതാണ്. ഇന്നത്തെ സാംസ്കാരിക നായകന്മാർക്ക് വടക്കോട്ട് നോക്കിയിരുന്ന് തെറി പറയാൻ മാത്രമേ നാവ് പൊന്തുവെന്ന സ്ഥിതിയാണ്. തികച്ചും അവസരവാദ രാഷ്ട്രീയം. അല്ലെങ്കിൽ അവർക്ക് ഭരിക്കുന്ന പാർട്ടിയെ പ്രീതിപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ പദവികൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള അവസരമാക്കി മാറ്റുകയാണ് ഈ സാംസ്കാരിക പട്ടം എന്നുള്ളത്. അതുകൊണ്ട് കാത്തിരിക്കുക. കേരളം ബോറിച്ചുബാരിയാകാൻ അധിക നാൾ വേണ്ട എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് കാത്തിരിക്കുക. കാരണം മണ്ണിനും മരത്തിനും വനത്തിനും വേണ്ടി കരയുവാനോ പ്രകൃതിക്ക് വേണ്ടി കേഴുവാനോ ഇവിടെ കവികളില്ല. അതിനുവേണ്ടി എഴുതാൻ സാംസ്കാരിക നായകന്മാരില്ല. ഒരു വാക്ക് പ്രതികരിക്കുവാനുള്ള സാംസ്കാരിക നായകന്മാർക്ക് അന്യം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് കേരളവും താമസിയാതെ ബോറിച്ചുബാരിയാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.